ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെഫ്സ് റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റവ ലഡു ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിവാലി സ്പെഷ്യൽ സ്നാക്ക് റവ ലഡുവിൻ്റെ ഈസി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റവ ലഡു റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് റവ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആശീർവാദിൻ്റെ ഡബിൾ റോസ്റ്റഡ് സൂചി റവയാണ്. റോസ്റ്റ് ചെയ്യാത്ത റവയും യൂസ് ചെയ്യാവുന്നതാണ്. ലഡു തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് റവയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 1 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട്, നെയ്യ്, കുറച്ച് നട്ട്സ്, റൈസിൻസ്, 4-5 പീസ് ഏലക്കായ. ഞാനിവിടെ 2 കപ്പ് റവ ഒരു ബൗളിൽ എടുത്തിരിക്കുകയാണ്. റവ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 or 2 പൾസിൽ ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഷുഗറും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഷുഗർ ഇതുപോലെ ഫൈൻ പൗഡറാക്കി എടുക്കുക. നെക്സ്റ്റ് ഈ ഷുഗർ പൗഡറിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോക്കനട്ട് ഷുഗർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നട്ട്സും റൈസിൻസും റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു അയൺ പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നട്ട്സും റൈസിൻസും ആഡ് ചെയ്യുക. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പാനിലേക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് റവ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മെൽറ്റായ നെയ്യിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. റവ നന്നായി ഇളക്കി കൊടുക്കുക. റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആവശ്യമെങ്കിൽ വീണ്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കോക്കനട്ട് ഷുഗർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം. റോസ്റ്റഡ് റവയിൽ കോക്കനട്ട് ഷുഗർ മിക്സ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സിംഗ് ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നട്ട്സ്, റൈസിൻസ്, ഏലക്ക മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റവ ലഡുവിൻ്റെ മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോൾസിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്യുക. ബോൾസ് റെഡിയാക്കി എടുക്കാം. നെയ്യ് അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ബോൾസും ചെറിയ ചൂടോടുകൂടി തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള റവ ലഡു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ സ്വീറ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ഈ ദീപാവലിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് ഷെയർ ചെയ്യുക. ഈ റവ ലഡുവിൽ കോക്കനട്ട് കൂടി മിക്സ് ചെയ്തത് കൊണ്ട് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകും.
വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന റവ ലഡു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ചൂടോട് കൂടി ബോൾസ് ആയിട്ട് ഷേപ്പ് ചെയ്യുന്ന ടൈമിൽ ഈ ലഡു അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരിക്കും. ബട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഇത് നന്നായി തണുക്കും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലഡു നല്ല ഹാർഡ് ആൻഡ് ക്രിസ്പി ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ദീപാവലി വിഷസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.